എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ഒരു ദിവസം കൂടി നമ്മൾ കടന്നു പോവുകയാണ്. 2024 ഇനി വെറും വിരലെണ്ണാവുന്ന 2-3 ദിവസങ്ങൾ മാത്രം ബാക്കി അല്ലെ. 30 ഇനി 2 ദിവസങ്ങൾ. നാളെ യൂട്യൂബ് കാണുന്നവർക്ക് 2 ദിവസങ്ങളോട് ബാക്കി. എന്താണ് നമ്മൾ തീരുമാനിച്ചത്? ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ന് വരുമ്പോൾ നിങ്ങൾ 2025 എന്ത് ചെയ്യും എന്നുള്ള തീരുമാനമായിട്ട് വരണം. ഇതുവരെ സംഭവിച്ചതോ സംഭവിച്ചു, സംഭവിച്ചതെല്ലാം എന്തിന്, സംഭവിച്ചതെല്ലാം എന്തിനോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്തിനല്ല സംഭവിച്ച ഞാൻ മ്യൂട്ട് 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 നിങ്ങൾ സംസാരിച്ച പിന്നെ നമുക്ക് പോകും. സംഭവിച്ചതെല്ലാം നല്ലതിന്, അതിൽ നിന്നും നല്ല പാഠങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട്, അതിൽ നിന്നും നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പുതിയ കാര്യത്തിലേക്ക് കടക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് ചാർത്തി പറയുക, ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം. ഇതല്ലാത്തവർ വെറുതെ ഇവിടെ സമയം കളയണ്ട. റെഡി ആണെങ്കിൽ മാത്രം നമുക്കിവിടെ മുന്നോട്ട് പോകാം. ഇത് ചലഞ്ചാണ്. 2025 ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കും ഈ സാധനം, ഈ ആൾക്കാരൊക്കെ റെഡി എന്ന് പറഞ്ഞവരൊക്കെ. എന്നിട്ട് 2025 ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങളൊക്കെ തപ്പി ഒരു പിടുത്തമുണ്ട്, ഇതെവിടെ പോയി ഇവരൊക്കെ. എന്താണ് റെഡി? ഐ ആം റെഡി. യെസ് 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 യെസ്, കമോൺ 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 കമോൺ. റെഡി 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 റെഡി. ഇത് നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ്സിന്റെ പകുതിയായുള്ളൂ. രണ്ടാമത്തെ പീസ് ടാബ്ലറ്റ്സ് അടുത്തതിൽ പറയാം അല്ലേ. അടുത്തത് രണ്ടാമത്തെ പീസ് ടാബ്ലറ്റ്. ആദ്യത്തെ ഒരു പീസ് ടാബ്ലറ്റ്സ് മാത്രം. ഇന്ന് കുറച്ചേ കഴിച്ചു, ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് ഭക്ഷണമൊക്കെ നല്ല കഴിച്ച് വീട്ടിലിങ്ങനെ ആലസ്യത്തിൽ ഇരിക്കല്ലേ. അപ്പോ ഒരു ടാബ്ലറ്റ്സ് മാത്രം മതി. രണ്ടാമത്തെ ആ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. കുറച്ച് ചിന്തിക്കേണ്ട കാര്യം. എല്ലാവരും അതങ്ങനെ കണ്ട് ഉൾക്കൊള്ളുവോ എന്നറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളവരായി മാറണമോ, അതോ അല്ലാതെ നിങ്ങൾക്ക് വിവരമുള്ള ആൾക്കാരായി മാറണോ, അല്ല നിങ്ങൾക്ക് ജ്ഞാനിയായ ഒരാളായി മാറണം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? വിവരമുള്ള കുറച്ച് നോളജ് ഉള്ള ഒരാളായി മാറണം എന്നാണോ നിങ്ങൾക്ക് ആഗ്രഹം? അല്ല, ജ്ഞാനിയായ ഒരാളാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയോ? വിവരമുള്ളയാൾ എല്ലാ കാര്യത്തെയും അറിഞ്ഞ് അറിവ് നേടി നിൽക്കും. അത് പറഞ്ഞു കൊടുക്കാനും അയാളെ കൊണ്ട് പറ്റും. പക്ഷെ ജ്ഞാനി എന്ന് പറയുന്നത് നേടിയ അറിവിനെ ഉപയോഗിച്ച് അതിലൂടെ മാറ്റപ്പെടുത്തി ജീവിക്കും. ഇതാണ് രണ്ടും നമ്മൾ വ്യത്യാസം. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോളജബിൾ പേഴ്സൺ ആണോ, വൈസ് മാൻ ആവണോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ആലോചിക്കുക കേട്ടാ, ഇതിപ്പോ എന്തായിരിക്കും പറയണം, ഇതിലേതാണ് ഞാൻ ആവണ്ടേ അല്ലേ. ഏതെങ്കിലും ഒന്നായേ പറ്റുള്ളൂ അല്ലേ, ഇല്ലെങ്കിൽ നടക്കില്ല. ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചില കുറുക്കട പരിപാടികളൊക്കെ ഉണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് അല്ലെ. നമുക്ക് ഇന്നത്തെ സബ്ജക്ട് പറയണ്ടേ. ഇന്നത്തെ സബ്ജക്ട് സൂപ്പർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ യെസ്, തീർച്ചയായും തിരിച്ചറിവുള്ളവർ. യെസ്, തിരിച്ചറിവുള്ള ആളാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അത് ബ്രില്യന്റ് ആണ്. എന്തുപോലെ രണ്ടും കൂടി പറഞ്ഞു. എനിക്ക് അറിവുള്ള ആള് ജ്ഞാനിയുമായി മാറണം, രണ്ടും വേണം. ഒന്നിനും ഞാൻ പിടിക്കൂല, രണ്ടിലും പിടിക്കുന്നു. ഈ അറിവുള്ള ആൾക്ക് മാത്രമേ ജ്ഞാനിയാവാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് ജ്ഞാനി എന്ന് പറയാൻ അറിവിന്റെ അപ്പുറത്തെ കാര്യമാണ്. ഓക്കെ, എനിവേ ദാറ്റ്സ് കറക്റ്റ്. സോ എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ തിരിച്ചു വെച്ചു. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ നിങ്ങളെ മാറ്റിയെടുക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ 10 മിനിറ്റിന്റെ ഒരു സ്വയം മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ള, സാധ്യമാണോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അഡ്മിൻ എഴുതി കഴിഞ്ഞ് കംപ്ലീറ്റ് കുറച്ച് ഇതാണെന്ന് തോന്നുന്നു. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ അതാണ് ചോദ്യം. 10 മിനിറ്റ്, വെറും 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ യെസ് ഐ ആം റെഡി എന്ന് അഗൈൻ ടൈപ്പ് ചെയ്തോളൂ. അടുത്ത പീസ് ക്യാപ്സ്യൂളും കഴിച്ച് നമുക്ക് തുടങ്ങാം. ഇത് റെഡി ആണെങ്കിൽ 10 മിനിറ്റ്. 10 മിനിറ്റ് പഠിപ്പിക്കാനായിട്ട് 1 മണിക്കൂർ എടുക്കും അല്ലെ. എന്നിട്ട് 10 മിനിറ്റ് വെറും ഞാൻ 10 മിനിറ്റേ എടുക്കുള്ളൂ ഇത് പഠിപ്പിക്കാൻ. ഞാൻ 10 മിനിറ്റ് എടുക്കണോ 1 മണിക്കൂർ എടുക്കണം ഇത് പഠിപ്പിക്കാനായിട്ട്? ഒന്ന് പറഞ്ഞേക്ക്. യെസ് എന്ന് പറഞ്ഞ അടുത്ത ആൾ ചോദിച്ചോ. 10 മിനിറ്റിൽ ഇത് പഠിപ്പിച്ചു പോകണം, 1 മണിക്കൂറിൽ പഠിപ്പിക്കണം. എന്താ ചെയ്യേണ്ടത്? ഉപയോഗിക്കുന്ന 10 മിനിറ്റ് ഉപയോഗിച്ചാൽ മതി.
പഠിപ്പിക്കുന്നത് എത്ര മിനിറ്റ് വെക്കും? 10 മിനിറ്റ് പഠിപ്പിച്ചാൽ മതിയോ? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കണം. കാരണം യൂട്യൂബിൽ ഒന്നിടക്ക് സാധനം കമന്റ് വന്നു, സാറേ ക്ലാസ്സിന്റെ ലെങ്ത് കുറച്ച് കുറക്കാവോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പോയാലും 40 മിനിറ്റ് 50 മിനിറ്റ് ആവുന്നു. കാരണം ഈ പറഞ്ഞു വരുമ്പോഴേക്ക് ആവില്ല അത്രയും. 10 മിനിറ്റ് വേണോ 1 മണിക്കൂർ വേണോ? ക്ലാസ് 1 മണിക്കൂർ വേണം അല്ലേ? അപ്പോഴേ നമുക്കൊരു തലത്തിൽ എത്താൻ പറ്റുള്ളൂ ഇത് പറഞ്ഞ്. ശരി, സന്തോഷം. എനിവേ നമുക്ക് മാക്സിമം കുറക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും സാധ്യമാകും. 10 മിനിറ്റ്സ് റൂൾ എന്നാണ് ഇത് പറയുക. 10 മിനിറ്റ്സ് റൂള് പഠിക്കാനും പ്രാവർത്തികമാക്കാനും തയ്യാറായി നിൽക്കുക എന്നാണ് പറയാനുള്ളത്. അതിന് മുന്നോടിയായി 2-3 കാര്യങ്ങൾ പറഞ്ഞു പോകണ്ട അല്ലെ? ഹാപ്പിനെസ് മാസ്റ്ററിയുടെ കാര്യങ്ങൾ പറഞ്ഞു പോകണം. ദിനേശ് സാറിന് നിങ്ങൾ നൽകുന്ന അധൈമമായ ആ ഒരു സപ്പോർട്ടിന് നന്ദി പറയണം അല്ലെ? നിങ്ങളൊക്കെ ഇവിടെ വന്ന് കാണുന്നു, ഇരിക്കുന്നു, എനിക്ക് നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാക്കുന്നു. അതിലൂടെ എനിക്ക് ദിവസവും എന്റെ ചിന്തകൾക്ക് കൂടുതൽ കൂടുതൽ വർക്ക് തന്നുകൊണ്ട് നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. രാവിലെ ക്ലാസ്സിൽ ചോദിച്ച ചോദ്യം ഞാൻ തന്നെ ജീവിതത്തിൽ എന്ത് മനോഹരമായിരുന്നു ആ ക്ലാസ്സിന്റെ ചോദ്യങ്ങളൊക്കെ. അത്രയും എന്താ പറയാ, അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി ക്ലാസ് എടുക്കാൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയുള്ള ചോദ്യം വരണം. അവസാനം ചോദിച്ചു ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ മറന്നുപോയി. അത് ഭയങ്കര രസമുള്ള ചോദ്യമായിരുന്നു. സാറേ, മനസ്സാണോ പാകപ്പെടേണ്ടത്, ആത്മാവാണോ പാകപ്പെടേണ്ടത് അല്ലെ? അങ്ങനെ ചോദിച്ച ചോദ്യം അത് മറന്നുപോയി. അവിടെ അവസാനം മറുപടി കൊടുക്കാനായിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ കൊടുക്കാറുണ്ട്. നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തൂ എന്ന് പറയുന്നത്, മനസ്സിനെ പാകപ്പെടുത്തിയാൽ ആത്മാവിന് എന്ത് സംഭവിക്കും? ഭയങ്കര റിലവന്റ് ആയ ചോദ്യമാണ്. ഇറ്റ്സ് വെരി ഡീപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഇടയ്ക്ക് ലാസ്റ്റ് പറയാമെന്ന് കരുതി, പക്ഷെ കാരണം സമയം 2.5 മണിക്കൂറാണ് പോയത് രാവിലെ അല്ലെ? അപ്പോ എല്ലാവരോടും പറയാണ്, നമ്മുടെ മറ്റ് ക്ലാസ്സുകളിൽ കൂടി ജോയിൻ ചെയ്യുക, അതിലൂടെ ഇൻഫർമേഷൻസ് എടുക്കുക. 10 മിറാക്കിൾസ് ഡേയ്സിലെ ക്ലാസ്സിൽ പങ്കെടുത്ത് 200 സംതിങ് ആൾക്കാരാണ് ഇന്ന് രാവിലെ ക്ലാസ്സിൽ വന്നത്. അവർക്കൊക്കെ വല്ലാത്ത അനുഭവമായിരുന്നു അല്ലെ? എന്നെ ഒരു ദിവസത്തെ ക്ലാസ്സും കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ക്ലാസ് എല്ലാം കൂടി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ തരാട്ടോ, കുഴപ്പമില്ല. 10 മിറാക്കിൾ വർഷം. അപ്പൊ നമ്മുടെ 10 ഇനി നമുക്കിത് കഴിഞ്ഞ് ഇന്ന് തന്നെ 2020 മെഡിറ്റേഷൻ ഉണ്ട്. അതുപോലെ വിഷൻ ബോർഡിന്റെ ക്ലാസ്സുകൾ ഇത് കഴിഞ്ഞുകൊണ്ട് നടത്താനുണ്ട്. ജനുവരി 1 മുതൽ നമ്മൾ എല്ലാവരും റെഡിയാണ്. അതുകൊണ്ട് കോഴ്സുകൾ വേണ്ടവർ ജനുവരി 1 മുമ്പേ ബുക്ക് ചെയ്ത് വെച്ചോളൂ. ബിസിനസിന്റെ ക്ലാസ്, ബിസിനസ് മെന്റർഷിപ്പ് പ്രോഗ്രാം, മന്ത്ലി ഉള്ള അല്ലെങ്കിൽ വീക്ക്ലി 2 ക്ലാസ്സസിലെ ബിസിനസ് മെന്റർഷിപ്പ് പ്രോഗ്രാം ആദ്യത്തെ ക്ലാസ് ജനുവരി 1 തുടങ്ങുകയാണ്. സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുന്നു. ആരെങ്കിലും ബിസിനസ് ഉള്ളവർ, ബിസിനസ് ചെയ്യാൻ പഠിക്കുന്നവർ, താല്പര്യമുള്ളവർ മാത്രമേ ജോയിൻ ചെയ്യാവൂ. മറ്റൊരാൾ ചോദിച്ചതിൽ ഒരു കാര്യമില്ല അതിനകത്ത്. അത് ജോയിൻ തുടങ്ങുകയാണ്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. ഒരുപാട് ആൾക്കാർ ഇതിലെടുക്കില്ല. കാരണം ഓരോ ആളുടെയും ബിസിനസ്സിനനുസരിച്ചാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ ആളുടെ ബിസിനസ്സിനനുസരിച്ച് പഠിപ്പിക്കുമ്പോൾ അതിന് സമയം എടുക്കാതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ആ ബാച്ചിൽ ചേർക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ പറഞ്ഞോളൂ, കുറെ പേര് ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി ബിസിനസ് ഇപ്പൊ എന്റെ ഇത് കേൾക്കുന്നവരും ഒക്കെ ആയിക്കോളൂ. മന്ത്ലി ആണ് ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന, മന്ത്ലി ഒരു ചാർജ് ആയിട്ട് എടുക്കുന്ന ക്ലാസ്സുകൾ ഫ്രീ അല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ രണ്ടാമത്, എല്ലാവരുടെയും, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മക്കളുമായി കൂടിയിരുന്ന് സംസാരിച്ച് അവരെ പാകപ്പെടുത്തി അവരെ നല്ല നല്ല രീതിയിൽ റെഡിയാക്കി കൊണ്ടുപോയി മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കുട്ടികൾ, അതായത് കുട്ടികൾ എന്ന് പറയല്ല, യങ്സ്റ്റേഴ്സിന്റെ ക്ലാസ് 1 തീയതി തന്നെ തുടങ്ങുകയാണ്. അത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആവും. ഫ്രീ ആണ് ക്ലാസ്. ആ ക്ലാസ് പൂർണ്ണമായിട്ടും ഫ്രീ ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം മെന്റർഷിപ്പോ മറ്റോ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് അന്നേരം ആലോചിക്കാം. ഇപ്പോൾ യാതൊരു ചാർജ്. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവരുടെ നമ്പർ അവർക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിലെല്ലാം പാരന്റ്സ് കയറിയിരിക്കുന്നതുകൊണ്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ ആ ഫോം ഫില്ല് ചെയ്ത്, ഒരു ഫോം നമ്മളിവിടെ നൽകുന്നുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ ഞാൻ ഫോം ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങളെ മക്കൾക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അതിലൂടെ അവരെ കൊണ്ട് ചെയ്യിക്കുക. തികച്ചും ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. ആ ക്ലാസ് ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ തരുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് നടത്തുന്നത്. അത് അവർ മുഴുവൻ പ്രൈവസിയെ വെച്ചുകൊണ്ടായിരിക്കും. ഒരു രീതിയിലുള്ള ഈവൻ സിംഗിൾ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നടക്കാതാവാത്ത പ്രൈവസി അത്രയും മാനിച്ചുകൊണ്ടാണ് ആ കുട്ടികളെ കൂടെ, കുട്ടികൾ എന്ന് വിളിക്കുന്നില്ല, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള സംവാദം ഉണ്ടാവുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇനിയിപ്പോ എല്ലാ ഹാപ്പിനെസ് മാസ്റ്ററുടെ ക്ലാസ്സുകൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ വാട്സപ്പിലും സൂമിലും ഒക്കെ നമ്മൾ സ്ഥിരം തന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി വർക്ക് ചെയ്യുന്ന വാട്സപ്പ് ക്ലാസ്സുകളാണെന്ന് ഇപ്പോഴാണ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് വാട്സപ്പ് ക്ലാസ്സുകൾ ഇതാക്കാം. എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. വാട്സപ്പ് ക്ലാസ്സുകൾ വീണ്ടും കുറച്ചും കൂടി വിപുലമായി പോകുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള 2020 മെഡിറ്റേഷൻ 1 തീയതി തന്നെയാണ് നമ്മുടെ 7 എലിമെന്റ്സ്
സെവൻ അല്ലെ, നമ്മൾ ചക്ര മെഡിറ്റേഷൻ ഉണ്ട്, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. നമുക്ക് ആക്ച്വലി ചക്ര മെഡിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ പേര് 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ എന്നാണ്. 7 days in a week, 7 elements in the life, 7 ചക്രാസിന് 3 കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഇതുവരെ ആരും ചെയ്യാത്തൊരു മെഡിറ്റേഷൻ മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. അത്രയും ചെയ്തവർക്കുള്ള റിസൾട്ട് അറിയാലോ. ഒരുപാട് നിങ്ങൾ റിവ്യൂസിലെ കുറച്ചൊക്കെ എനിക്ക് കിട്ടിയ റിവ്യൂസിന്റെ ഒരു 10% പോലും റിവ്യൂ പുറത്തു വിട്ടിട്ടില്ല. ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും റിവ്യൂസ് നിങ്ങൾക്ക് കാണാം യൂട്യൂബിലൊക്കെ. അതുകൊണ്ട് ഇത് തുടങ്ങുന്നുണ്ട്, ഉടനെ തന്നെ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ ചെറിയ ക്ലാസ്സുകളുണ്ട്, വലിയ ക്ലാസ്സുകളുണ്ട്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഞാനിപ്പോ പൊതുവേ യൂട്യൂബിൽ ആൾക്കാർ പറഞ്ഞ സാർ ഇത്രയും ക്ലാസ് ഉണ്ട്, ഇതൊന്നും യൂട്യൂബിൽ പറയാറില്ല. ഇത് പറയാൻ പോകുമ്പോൾ തന്നെ കുറെ സമയം എടുക്കും, അതുകൊണ്ട് പറയാറില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ചോദിച്ചോളൂ, അതെല്ലാം ഇവിടെ റെഡി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യമാണ് ഇവിടുത്തെ കോഴ്സ് എന്നറിയുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്, ഹംബിൾ റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ ഓരോ ആളോടും. ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ജനുവരി 1-ാം തീയതിയോ 2-ാം തീയതിയോ ഞാൻ തുടങ്ങുന്നുണ്ട്. ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. ഇതില്ലാതെ നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എത്രയെങ്കിലും ആയ നിങ്ങളെ കാശ് കൊടുത്തിട്ട് ആ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിൽ ഒന്ന് പങ്കെടുക്കണം. വിഷൻ ബോർഡ് നിങ്ങൾ ഫുൾ ചെയ്യുന്നില്ല, വേണ്ട, അത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുകൊണ്ട് വേണ്ട. ഗോൾ സെറ്റ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്ത് കാര്യമില്ല, നിങ്ങൾ ഇതുപോലെ ടെക്നിക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഒന്നുമില്ല. ഗോൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് ഗോൾ സെറ്റിംഗ്സ്. ഓക്കെ, സോ റെഡി? ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ചോദിച്ചോളൂ, ഞാൻ തരാം. നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാട്സപ്പിലും തരാൻ തയ്യാറാണ്. കാരണം അത് നിങ്ങൾ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് കൊണ്ടാണ്. സൂമിൽ പങ്കെടുക്കാൻ പറ്റില്ല, വാട്സപ്പിൽ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ? 10 മിനിറ്റിന്റെ ഒരു ടെക്നിക്ക് പഠിക്കാം അല്ലെ? എവരിബഡി റെഡി ഫോർ ഇറ്റ്? വീണ്ടും റെഡി ആണല്ലോ, ഞാൻ വീണ്ടും ചോദിച്ചേക്കുന്നില്ല. എന്താണ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സംഭവ്യമാകുന്നത് എന്നതിനെ പറ്റി പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പറ്റണം? 13 വയസ്സായ കുട്ടികൾക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. 13 വയസ്സായ കുട്ടികൾക്കും പങ്കെടുക്കാം, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. 15 വയസ്സ് കുഴപ്പമില്ല, പങ്കെടുത്തോട്ടെ. അറ്റ്ലീസ്റ്റ് ഇതേ ലെറ്റ് ദം ഇൻ, നോ പ്രോബ്ലം, നമുക്ക് മാനേജ് ചെയ്യണം. അവർ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, അങ്ങനെ കണ്ടീഷൻസ് കൊടുക്കുന്നില്ല. പക്ഷെ അത്രയും ചെറുത് കുട്ടികളാകുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലവന്റ് ആയി കിട്ടില്ല അവർക്ക്, അതുകൊണ്ടാണ് കേട്ടോ. 13 വയസ്സ് ഓക്കെ, അവർക്കൊക്കെ ഓക്കെ, ചെയ്തോളൂ. സി, ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. 10 മിനിറ്റ് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ശരിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായ പ്രക്രിയ. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന തത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. വെറുതെ 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചാൽ അതിന് എളുപ്പത്തിൽ ഞാൻ പറയും ശുദ്ധ അസംബന്ധം എന്ന് പറയേണ്ടി വരും അല്ലെ? അങ്ങനെ സംഭവിക്കില്ലല്ലോ. വെറുതെ പോയിരുന്നാൽ 10 മിനിറ്റ് കൊണ്ട് നടക്കുമോ? അങ്ങനെ ഒരിക്കൽ നടക്കുകയാണ്, പിന്നെ ഈ ലോകം എങ്ങനെ ആയേനെ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ഒരിക്കലും എന്റർടൈൻ ചെയ്യില്ല, പഠിപ്പിക്കുന്നുമില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്, ആ കാരണത്തിന് ഒരു കാര്യവുമുണ്ട് എന്ന് പറയുന്ന പോലെ, കാര്യകാരണ സിദ്ധാന്തം പോലെ തന്നെ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമുക്കത് ലഭിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നതും മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്നതും. ഇതൊക്കെ എല്ലാത്തിനും തത്വം അതാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നേടണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണമെന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, ഞാൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു കാര്യം നേടണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനനുസരിച്ചാണ് അടുത്ത കാര്യങ്ങൾ പോകുന്നത്. ആദ്യം വേണ്ടത് എന്താണ്? യെസ് യെസ് യെസ്, പോരട്ടെ. കോൺസെൻട്രേഷൻ, നോ, മൈൻഡ്, ലക്ഷ്യം, ലക്ഷ്യബോധം, ഗോൾ സെറ്റിംഗ്. യെസ് കമ്മിങ്. കോൺസെൻട്രേഷൻ, ലക്ഷ്യം, വ്യക്തമായ ലക്ഷ്യം, ഇതാണ് നിങ്ങളിൽ നിന്ന് വരേണ്ടത്. വിശ്വാസത്തോടു കൂടിയുള്ള ലക്ഷ്യം. യെസ്, വണ്ടർഫുൾ. ഗീതാ വേലായുധൻ. യെസ്, നോക്കൂ, എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പ്രോസസ്സിന് ഈ ഇത്തരം പ്രക്രിയകൾക്ക് പറയുന്ന പേരാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? 3 ഘടകങ്ങൾ ചേരുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദ പ്രോസസ് ഓഫ് ട്യൂണിങ്
തോട്ട്സ് ഇൻ ടു റിയാലിറ്റി ത്രൂ ദ ഫോക്കസ് ആൻഡ് എനർജി. അതായത് നമ്മളുടെ ചിന്താഗതികളെ റിയാലിറ്റിയുമായി കണക്ട് ചെയ്യുന്ന പ്രക്രിയക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ചിന്താഗതികളെ അതായത് നമ്മുടെ ചിന്താഗതികളെ റിയാലിറ്റിയുമായി കണക്ട് ചെയ്യുന്ന പ്രക്രിയക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് 2 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാവണമെങ്കിൽ, മാനിഫെസ്റ്റേഷൻ സംഭവിക്കണമെങ്കിൽ 2 ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തേതാണ് ദ ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കസ് ഇല്ലാതെ, ശ്രദ്ധയില്ലാതിരുന്നു കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കില്ല. രണ്ടാമത്തെ കാര്യം എനർജിയാണ്. ഊർജമില്ലാതെയും നടക്കില്ല. അതായത് നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്, ആഗ്രഹിച്ചിരിക്കുന്നത്, ആ ആഗ്രഹത്തോട് അനുചിതമായ, ആ ആഗ്രഹത്തിന് തത്തുല്യമായ, ആ ആഗ്രഹത്തിന്റെ യോജിക്കുന്ന തരത്തിലുള്ള, ആ ആഗ്രഹം സംഭവ്യമാകാവുന്ന എനർജി നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ, നമ്മളിൽ ഇല്ലെങ്കിൽ ഇത് സംഭവ്യമാകില്ല എന്നതാണ് പ്രധാന പ്രക്രിയ. അപ്പോൾ എന്തുകൊണ്ട് പലരുടെയും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? എന്തുകൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത്, ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ ചിന്തിച്ചത്, അല്ലെ, 2 കാര്യം, ചിന്തിച്ച എന്റെ ചിന്തയെ റിയാലിറ്റിയുമായി കണക്ട് ആവുന്നില്ല എന്നതിന്റെ ഉത്തരം എന്തായിരിക്കും? നമ്മളുടെ ഫോക്കസും നമ്മുടെ എനർജിയും അതുമായി യോജിച്ചില്ല എന്നതാണ്. എനിക്ക് 1000 രൂപ ശമ്പളം കൂട്ടി, എന്താ പറയാ, 10,000 രൂപ ശമ്പളം വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് 6,000 മാസ ശമ്പളം കിട്ടുന്നുള്ളൂ എങ്കിൽ, ഞാൻ 6,000 എന്നൊക്കെ വളരെ ലളിതമായി പറഞ്ഞതാണ്, ഇത്രയൊന്നും അല്ല എമൗണ്ട് കൂട്ടണേ, 6 ലക്ഷം എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ ഞാൻ കുറച്ച് നിങ്ങളുടെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞത്, 6 ലക്ഷം ശമ്പളം മാസം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് 10,000 അല്ലെങ്കിൽ 20,000 50,000 കിട്ടുന്നുള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം അയാളുടെ എനർജി ആ തുകയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണം. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ബാങ്കിലെ ലോൺ തിരിച്ചടക്കാൻ പറ്റാത്തത്? ഇല്ലേ, ഇതാണല്ലോ പ്രധാന വിഷയം. അതുകൊണ്ടാണ് ബാങ്കിലെ ലോണിനെ പറ്റി പറഞ്ഞത്. അയാൾക്ക് ആ ലോൺ എമൗണ്ടിനേക്കാളും താഴെയുള്ള എനർജി ആയതുകൊണ്ടാണ്. ആ ലോൺ എമൗണ്ടിനേക്കാളും താഴെ നിൽക്കുന്ന എനർജി അയാൾക്കായതുകൊണ്ട് അയാൾക്ക് ഒരിക്കലും ആ ലോൺ തിരിച്ചടക്കാൻ സാധിക്കില്ല. ഇതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് ഒരാൾക്ക് കടം വന്നു കൂടുന്നു? അതിന്റെ പ്രത്യേകത അയാൾക്ക് ലോ എനർജിയാണ് എന്നുകൊണ്ടാണ് കടം വന്നു കൂടുന്നത്. അപ്പോൾ കടം നിങ്ങൾ ശ്രദ്ധിക്കുക, പലവട്ടം പല ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഡിസ്റ്റർബ്ഡ് മൈൻഡ്, അതായത് ഫോക്കസ് ഇല്ലാതിരുന്നാൽ, നെഗറ്റീവ് മൈൻഡായി നിന്നാൽ, പരാതി പരിവട്ടങ്ങളുമായി നിന്നാൽ അയാൾക്ക് സംഭവിക്കുന്നത്, അയാളുടെ ബ്രെയിനിൽ ഒരിക്കലും ഫോക്കസ് എന്ന് പറയുന്ന സംഭവം നടക്കുകയുമില്ല. അതുപോലെ തന്നെ അയാൾ എന്നും പരാതിയും പരിവട്ടവുമായി നടക്കുമ്പോൾ ലോ എനർജി ആയി തീരുകയും ചെയ്യുന്നു. പിന്നെ അയാളുടെ ലൈഫിൽ കംപ്ലീറ്റ് ഒറ്റ കാര്യത്തിലായിരിക്കും ഫോക്കസ്. ലോ 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 ലോ, തൊട്ടതും വെച്ചതും എല്ലാം ലോ ആയിട്ട് മാറുന്നു. ഇതാണ് പ്രക്രിയ. പക്ഷെ ഇത് ഒരു സത്യമായ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതെല്ലാവർക്കും സംഭവം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മാറ്റപ്പെടുത്താനാണ് നമ്മൾ തയ്യാറാവാത്തത് എന്നുള്ള സത്യം പറയട്ടെ. ഇത് മാറ്റപ്പെടുത്താൻ തയ്യാറായിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെയാണ് ഏറ്റവും റിയലി അപ്രീഷിയേറ്റ് ഫോർ യു. നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതല്ലെങ്കിൽ, മാറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കില്ല. നിങ്ങളുടെ എനർജി ഇവിടെ വന്നിരിക്കുമ്പോൾ കൂടുന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾക്കിത് മാറ്റം ഉണ്ടാവണമെന്ന് അവിടെ നഗതയ്ക്കുക. നമ്മുടെ വയറ്റിന്റെ താഴെ ഇടയിൽ നിന്ന്, കീഴ്വയറ്റിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ ആളി വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ പതുക്കെ നിങ്ങളുടെ എനർജി കൂടി വരികയും നിങ്ങൾ അത് സംഭവ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവിടെ വന്ന് പലരും പറയുന്നത്, സാർ എനിക്ക് ലോട്ടറി അടിച്ചു, എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, അങ്ങനെ കിട്ടി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ എനർജി ലെവലിനെ കൂട്ടിയത് കൊണ്ട് മാത്രമാണെന്ന് അറിയുക. അപ്പോൾ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിനെ റിയാലിറ്റിയുമായി കണക്ട് ചെയ്യുക, ഫോക്കസ് എനർജിയും കൂട്ടുന്ന പ്രക്രിയക്കാണ് പറയുന്നത് എന്ന് അറിയുക. ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ
ഇത് സാധ്യമാണ്. ഇതിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമം ഇതാണ്. ഫുൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നവർക്ക് ഇതൊക്കെ അവിടെ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പുതിയ ലോ ഓഫ് അട്രാക്ഷന്റെ ബാച്ച് ഈ മാസം 10-ാം തീയതി തുടങ്ങുന്നുണ്ട്. ഫുൾ ബാച്ചിന്, വലിയ ബാച്ചിന് 10-ാം തീയതി തുടങ്ങുന്നുണ്ട്. ഫീസിന് ഒരു മാറ്റവും വരുത്തുന്നില്ല. 2025 ഒരു മാറ്റവും വരുന്നില്ല. പക്ഷെ കൂടെ ഒരു ക്ലാസ്സും കൂടി ഫ്രീ കൊടുക്കുന്നുണ്ട് അവർക്ക്. ലോ ഓഫ് അട്രാക്ഷന് ഫീസിൽ മാറ്റമില്ലാതെ അതിന്റെ കൂടെ ഒരു ക്ലാസ്സും കൂടി അഡീഷണൽ കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ ഇംപ്യൂരിറ്റീസിനെ മാറ്റാനുള്ള പ്രക്രിയ കൂടി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 10-ാം തീയതി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പുതിയ ബാച്ച് തുടങ്ങുന്നു. വെറും 2000 രൂപ മാത്രമേ ഫീസുള്ളൂ. ഓൺലൈനിലാണ് ക്ലാസ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങൾ കേട്ടുകൊള്ളുക. കൂടെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇംപ്യൂരിറ്റീസിനെ ഇപ്പൊ ഇത് ചെയ്യുന്ന 1111 രൂപയുടെ ക്ലാസ്സും കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങളിൽ മാറ്റം ഉണ്ടാവണം, നിങ്ങൾ മാറണം. നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് അത് മുഴുവൻ നേടാനായിട്ട് നിങ്ങൾ റെഡി ആവണം എന്നുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത്. എന്നിട്ട് നിങ്ങൾ അടുത്ത പരിപാടിക്ക് പോകും. വെറുതെ പരാതി പറഞ്ഞ് നടക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഇത്രയും ആൾക്കാരിലെത്തിയാൽ നമ്മുടെ ജനവിഭാഗത്തെ മാറ്റാൻ ഇങ്ങനെയേ പറ്റുള്ളൂ. നമുക്കെല്ലാവർക്കും കടത്തിൽ നിന്നൊക്കെ മുക്തമാവണ്ടേ, എങ്കിൽ മാത്രമല്ലേ കാര്യമുള്ളൂ. നാളേക്ക് നോക്കി നിൽക്കണ്ടേ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക കാര്യത്തിൽ. ഇനി പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങളെ ശ്രദ്ധിക്കണം. എന്താണ്? ഒന്നാമത്, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ചിന്തകളെ വേണ്ട രീതിയിൽ തിരിച്ചു വെക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നവർക്ക് ഞാൻ ഈ തോട്ട്സിനെ, ഈ നെഗറ്റീവ് ബിലീഫ്സിനെയും നെഗറ്റിവിറ്റിയെയും അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിനെയും മാറ്റാനുള്ള ക്ലാസ്സും കൂടി കൊടുക്കുന്നത്. അതിലൂടെ അവർ മാറണമെന്ന് കണ്ട ഇതിന് തോട്ട്സ് മാറണം. അലൈൻ യുവർ തോട്ട്സ്. ഇമ്പോർട്ടൻസ്, ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് അലൈൻ യുവർ തോട്ട്സ്. ഇമോഷൻസ്, വികാരങ്ങളെ അതിനനുസരിച്ച് മാറ്റപ്പെടുത്താൻ സാധിക്കണം. അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാൻ കൂടി തയ്യാറാവണം. ഈ 3 പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ എന്താണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ്. ഓക്കെ, ഇത് റെഡിയാണ്. ആരൊക്കെ പറഞ്ഞു? 1 to 1 എഴുതി. സാറേ 1 to 1 എഴുതി, രാവിലെ എഴുതി. പോയപ്പോ ഒരു ലോട്ടറി ടിക്കറ്റ് കിട്ടി. എടുത്തപ്പോ വൈകിട്ട് റിപ്പോർട്ട് വന്ന്, റിസൾട്ട് വന്നപ്പോ ദേ കിട്ടി 10,000 രൂപ. 1 to 1 ആണോ അതിനകത്ത് വർക്ക് ചെയ്തത്? 1 to 1 എഴുതുമ്പോൾ നിങ്ങൾക്കൊരു തോട്ട്സ് ഉണ്ടായി, എനിക്ക് കിട്ടും, ഞാനിതേ നേടിയിരിക്കണു എന്നുള്ള തോട്ട്സ് വന്നു. അപ്പോൾ ഒരു വികാരം വന്നു. ആ വികാരത്തിൽ നിങ്ങൾ നിന്നു. ആ വികാരത്തിൽ പോയി, നിങ്ങൾ ആ വികാരത്തോടെ പോയി ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ പറഞ്ഞു എനിക്കിത് കിട്ടും കേട്ടോ എന്നും പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടി. ഇത്രയേ പ്രോസസ് ഉള്ളൂ. പക്ഷേ ഇത് സംഭവ്യമാവണമെങ്കിൽ ബൈ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഒരു ദിവസത്തെ, ചിലവർക്ക് സബ് കോൺഷ്യസിൽ ഓൾറെഡി ഉണ്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് സംഭവിക്കും. ചിലവർക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇത് രണ്ട് വ്യത്യസ്തമാണെന്ന്. ഇനി നമുക്ക് കാര്യത്തിൽ കിടക്കാം. 10 മിനിറ്റ് കൊണ്ട് ഇത് സംഭവ്യമാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഇനി നിങ്ങൾ പറയൂ, 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം നേടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഇതേ മെത്തേഡ്, സിമ്പിൾ പ്രിൻസിപ്പിളാ പറഞ്ഞത്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. 10 മിനിറ്റ് നമുക്കൊരു ടെസ്റ്റ് കൂടി നടത്തി കളയുക അല്ലെ. 10 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും? എന്തൊക്കെ നമുക്ക് 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ നേടണമെങ്കിൽ? വെറും ലളിതമാണ് അല്ലെ. ഒന്ന്, എന്താണ് വേണ്ടതെന്ന് എഴുതി വെക്കുക. എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. അതിന് എത്ര മിനിറ്റ് എടുക്കും? 1, 2, 3 മിനിറ്റ് എടുക്കും ഒരു തീരുമാനം എടുക്കാനായിട്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ്. ഇപ്പൊ വേണമെങ്കിൽ എടുത്തോളൂ. 10 മിനിറ്റ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ. ഞാൻ പറയുന്ന പ്രക്രിയ നിങ്ങൾ ചെയ്തോളൂ. ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. 10 മിനിറ്റ് നമ്മളിലുണ്ട്, ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിന് എഴുതുക. സിമ്പിൾ ടെക്നിക്കാണ്. കുറേ സമയം എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ആക്ഷൻ അതിനനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്. ഇതാണ് നമ്മൾ 2020 മെഡിറ്റേഷന്റെ വിജയത്തിന്റെ ആധാരം. നമ്മൾ കൃത്യമായി അവിടെ കയറി ഈ സാധനം ഇരുന്ന് എഴുതിക്കുന്നു, എന്നിട്ട് അതിനെ പൂർണ്ണമായി വിഷ്വലൈസ് ചെയ്യുന്നു. അതിൽ നമ്മൾ ജീവിക്കുന്നു 20 മിനിറ്റ്. അതായി ജീവിക്കുന്നു. പിന്നെ യൂണിവേഴ്സിന് അങ്ങ് വിട്ടുകൊടുക്കുന്നു. ദൈവത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യുന്നു. പിന്നെ സംഭവിക്കുന്ന ഒന്നും നമ്മൾ ആരും നോക്കണ്ട. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും സംഭവം നടന്നിരിക്കും എന്നുള്ളതാണ്. ഇത് അത്രയും പവർഫുൾ ആയി നടക്കും. 2020 മെഡിറ്റേഷന്റെ ബിഹൈൻഡ് സ്റ്റോറി ഇതാണ്. ഇതിന്റെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഇത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ മറ്റൊരു രൂപമാണ്. എഴുതി വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് എഴുതി വെക്കുക. 2 മിനിറ്റ് കൊണ്ട് ആ പ്രോസസ്സ് കഴിയും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നേരത്തെ ചിന്തകളിലേക്ക് അത് ശരിക്കും കൊണ്ടുവരിക. നിങ്ങളുടെ തോട്ട്സ് അതിനനുസരിച്ചായി മാറ്റുക. നിങ്ങൾ അതിനായി തോട്ട് ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് അത് കാണുക, അനുഭവിക്കുക. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇമോഷനായി മാറുക.
എങ്ങനെ? അതിന്റെ ഇമോഷൻ നിങ്ങൾ എടുക്കണം. ഇപ്പോ പെട്ടെന്ന് നാളെ രാവിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ നിങ്ങൾ നിന്ന് എക്സാം എഴുതാൻ പോകുന്നതാണ്. കുട്ടികളെ പറ്റി തന്നെ അവർക്കാണ് പ്രാക്ടീസ് ചെയ്യട്ടെ. എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടത്, എന്തായിരിക്കണോ നിങ്ങൾക്ക് ആ എക്സാമിന് റിസൾട്ട് കിട്ടേണ്ടത്, ആ റിസൾട്ട് നിങ്ങൾ ഇപ്പോൾ എഴുതി വെക്കുക. പുസ്തകത്തിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എനിക്ക് കൃത്യമായി ഒരു സബ്ജക്റ്റിൽ ഇത്ര മാർക്കാണ്, മറ്റേ സബ്ജക്റ്റിൽ ഇത്ര മാർക്കാണ്. അത് നിങ്ങൾക്ക് ഓരോ ആൾക്കും നിങ്ങളെല്ലാം വ്യത്യസ്തമായി എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് തന്നെ ഒന്ന് കണ്ണടച്ചിരിക്കുക, ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക, നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം കഴിയുക, ബോഡിയെ മുഴുവൻ റിലാക്സ് ചെയ്യുക. എന്നിട്ട് ആ സംഖ്യ മാത്രം മുമ്പിൽ കാണുക, ആ മാർക്ക് മാത്രം മുമ്പിൽ കാണുക. അത് കണ്ടതിന് ശേഷം സാറ് ആ ക്ലാസ്സിൽ ആ മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ ക്ലാസ്സിൽ അനൗൺസ് ചെയ്യുന്നതോ ഒക്കെ ഏതാണോ നിങ്ങളുടെ അതുമായി സൂട്ടബിൾ ആവുന്നത് അതിനെ ഒന്ന് കൺമുമ്പിൽ കാണാൻ ശ്രമിക്കുക. പൂർണ്ണമായി അതൊന്ന് കാണുക. അത്രേ ഉള്ളൂ. വളരെ ലളിതമായി അതിന് പൂർണ്ണമായി കാണാം. എന്നാൽ ഇമ്പ്യൂരിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റില്ല, വിഷ്വലൈസേഷൻ നടക്കില്ല. ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത ആൾക്ക് വ്യക്തമായി കാണാൻ പറ്റും. എനിക്കിപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ഞാൻ മേടിച്ച മാർക്കിനെയാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെ കാണുക, കൃത്യമായി കാണുക. കണ്ടതിന് ശേഷം അത് കിട്ടിയാൽ നമുക്കുള്ള അനുഭവം ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണോ സന്തോഷിക്കുന്നത്, എങ്ങനെയാണോ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മാർക്ക് മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി മാർക്ക് പറയാം. നിങ്ങൾക്ക് പൈസയുടെ കാര്യം എഴുതാം, നിങ്ങൾക്ക് ബന്ധത്തിന്റെ കാര്യം എഴുതാം, അല്ലെങ്കിൽ ലവേഴ്സിന് ഉള്ളവർക്ക് ലവ് ലെറ്റർ കിട്ടിയതാ എഴുതാം. എന്ത് വേണമെങ്കിൽ എഴുതിക്കോട്ടെ. ആസ് ഇറ്റ് ഈസ് വാട്ട് എവർ യു വാണ്ട്. നിങ്ങളുടെയൊക്കെ രീതിയിൽ എഴുതിക്കോട്ടെ. ഞാൻ ഉദാഹരണം പറയുമ്പോൾ എനിക്ക് അങ്ങനെയല്ലേ പറയുള്ളൂ. മറ്റു പലരും വെറുതെ ഇരിക്കണ്ടേ, അതുകൊണ്ട് വെച്ച് നിങ്ങൾ എന്താണ് വേണ്ടത് അത് കൃത്യമായി എഴുതി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണടച്ച് പൂർണ്ണമായിട്ട് കേൾക്കുക, അതിനെ ഫീൽ ചെയ്യുക, അറിയുക. അത് 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും ഫീൽ ചെയ്യാനായിട്ട്. ഫീൽ ചെയ്തതിന് ശേഷം വളരെ ലളിതമാണ്, കണ്ണടച്ച് അവിടെ ഇരിക്കുക. വളരെ ലളിതമായി തന്നെ അത് കൃത്യമായി ഫീൽ ചെയ്തതിന് ശേഷം കൃത്യമായി കണ്ണടച്ചിരിക്കുക. അതൊരു 5 മിനിറ്റ് കൂടി സംഭവം അങ്ങനെ ഇരിക്കും. ഇനി അതിന്റെ അടുത്ത പ്രോസസ്സ് കിട്ടിയതിന് ശേഷം നിങ്ങളത് കൃത്യമായി അനുഭവിച്ചതിന് ശേഷം ഒരു കാര്യം നമ്മൾ പറയണം അല്ലെ. ഒരു സംഭവം നമുക്ക് കിട്ടിയാൽ എന്ത് സംഭവിക്കണം? നമ്മൾ പിന്നെ നൽകേണ്ടത് അതിന് നന്ദി പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അൺകണ്ടീഷണൽ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ലഭിച്ചതിന് നന്ദി, മനോഹരമായി, എനിക്ക് മാർക്ക് ലഭിച്ചതിന് നന്ദി, എനിക്ക് ഇത് ലഭിച്ചതിന് നന്ദി. എന്താണോ നിങ്ങൾ പറഞ്ഞത് അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട നന്ദിയുണ്ട്. അതാണ് നിങ്ങളെയും യൂണിവേഴ്സൽ എനർജിയുമായി കണക്ട് ചെയ്യുന്നത്. കാരണം യൂണിവേഴ്സൽ എനർജിക്ക് നന്ദി കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അങ്ങനെയല്ലേ നമ്മളൊരാൾ താങ്ക് യു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം വരും അവരോട്. അങ്ങനെ യൂണിവേഴ്സിനോട് നന്ദി പറയുക, ദൈവത്തോട് നന്ദി പറയുക, പ്രപഞ്ച സത്യങ്ങളോട് നന്ദി പറയുക, അത് ലഭിച്ചതിന് നന്ദി പറയുക. ഞാൻ പഠിച്ചു, ഈ മാർക്ക് കിട്ടിയത് എനിക്ക് നന്ദി എന്ന് ടീച്ചർമാരോടോ മാഷന്മാരോടോ അല്ലെങ്കിൽ പൈസ തന്ന ആൾക്കാരോടോ, കടം കൊടുത്ത് തിരിച്ചു തന്ന ആൾക്കാരോടോ, ബാങ്കിൽ ലോൺ പാസ്സാക്കിയത് എങ്ങനെയാണോ ആരാണോ എക്സ്പൈസഡ് അവരോട് അൺകണ്ടീഷണലായി നന്ദി പറയുക. ഒരു 3 മിനിറ്റ് നേരം നന്ദി പറയുക. ആദ്യത്തെ 2 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ 2 മിനിറ്റ് നമ്മൾ ഇന്റൻഷൻ എഴുതി. 5 മിനിറ്റ് നമ്മൾ അതിനെ മനസ്സിലാക്കി, വിഷ്വലൈസ് ചെയ്തു, ചിത്രം കണ്ടു, അനുഭവിച്ചു. അടുത്ത 3 മിനിറ്റ് നന്ദി 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 എന്ന് പറയുക. കണ്ണടച്ചു വെക്കുക, വിട്ടോളുക സംഭവം. നിങ്ങളുടെ കാര്യം കഴിഞ്ഞു, നിങ്ങൾക്കത് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് 10 മിനിറ്റ്സ് റൂള്. വളരെ സിമ്പിളും ഏറ്റവും പവർഫുൾ ആയ റൂളാണ്. പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളും വേറെ ഇല്ല എന്നുള്ള അത്രയും പവർഫുൾ ആയ ടൂളാണ്. ഏത് സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ ഉച്ചക്കോ. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇതുമായിട്ട് നിങ്ങളുടെ ഫോക്കസും എനർജിയും കണക്ട് ചെയ്ത് നിൽക്കണം. ഓടുന്ന ഓട്ടത്തിലോ ഓടുന്ന വണ്ടിയിലോ ഇങ്ങനെ നിന്നിട്ടൊന്നും നടക്കില്ല. സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് ശരീരത്തെ മുഴുവനായിട്ട് എനർജിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ശരീരത്തിന് എനർജി മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് സാധ്യമാകും. കാരണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എനർജിയൊക്കെ പെട്ടെന്ന് ഒരു സ്ഥലത്തെ കേന്ദ്രീകൃതമാക്കാൻ പറ്റും. അങ്ങനെ കേന്ദ്രീകൃതമാക്കി ആ ഒറ്റ ചിന്തയിലൂടെ ഇത് ചെയ്യുമ്പോൾ മോളെ അതെടുത്തോ, കിച്ചണിൽ ഇത് വെച്ചോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യരുത്. ഒറ്റ സ്ഥലത്ത് സ്വസ്ഥമായി പോയി ഇരുന്നിട്ട് അവിടെ ആരും കാണാതെ ഇങ്ങനെ ഇരുന്ന് ചെയ്തോളൂ. പ്രശ്നമില്ല, സംഭവിക്കും. കിട്ടിക്കഴിഞ്ഞിട്ട് നാളത്തെ ക്ലാസ്സിൽ വന്നിട്ട് പറയണം, സാറേ എനിക്ക് കിട്ടി കേട്ടോ, എനിക്ക് അത് കിട്ടി കേട്ടോ. അല്ലെങ്കിൽ വോയിസ് അയക്കണം, മെയിൻ ഗ്രൂപ്പിൽ അയക്കാം, ഇത് കിട്ടി കേട്ടോ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിലുള്ള എനിക്കുള്ള പാരിതോഷികം വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുദക്ഷിണ തരണം ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നില്ല എനിക്ക് ഗുരുദക്ഷിണ തരണം എന്നൊക്കെ തോന്നാറില്ലേ? അപ്പോൾ ഗുരുദക്ഷിണയായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയിട്ട്
അതിന് വന്ന് എന്നോട് പറഞ്ഞാൽ മതി, സാറിനുള്ള ഗുരുദക്ഷിണ അതെ എനിക്ക് ഇത്ര കിട്ടി എന്നുള്ള ഗുരുദക്ഷിണയായിട്ട് നിങ്ങൾ തരിക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം അങ്ങനെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ ആ കാര്യങ്ങൾ നമുക്ക് സന്തോഷകരമായി മാറുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണോ നാളെ പ്രാക്ടീസ് ചെയ്യുന്നോ? നിങ്ങൾ പോയി രാത്രി പ്രാക്ടീസ് ചെയ്യുന്നോ? ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണോ? ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്തരാം. വേണോ? സമയമുണ്ടല്ലേ? 6:37. 10 മിനിറ്റ് സമയമുണ്ട്. ഇപ്പൊ തന്നെ എന്നാ കണ്ണടച്ചെടുത്തോളൂ. യെസ്, റെഡി. മ്യൂസിക് വെക്കാൻ പറ്റില്ല, കോപ്പി റൈറ്റ് വരും. അതുകൊണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റില്ല. മൗത്ത് ക്ലോസിംഗ് ആണ് സാർ. മൗത്ത് എന്റെ ക്ലോസിംഗ് ആണ് സാർ. മൗത്ത് എന്റെ ക്ലോസിംഗ് ആണ്. മന്ത് സോറി കേട്ടോ, ഞാൻ വായിച്ചത് തെറ്റാട്ടോ. ഞാൻ ഈ ഇത് മാത്രം ഇതിപ്പോ ഓർക്കുന്നില്ല. ഓക്കെ ശർമിള, നോ പ്രോബ്ലം. ശർമിള അത് പിന്നെ ചെയ്തോളൂ. റൈറ്റ്. അപ്പോൾ കണ്ണടച്ചിരിക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഇന്റൻഷൻ, നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അതിൽ മാത്രം ശ്രദ്ധിക്കുക. കണ്ണടച്ചിരിക്കുക. ബ്രീത്ത് ഒന്നുകൂടി ഒന്ന് സ്വസ്ഥമായി ശ്വാസോച്ഛ്വാസം നടത്തുക. സ്വസ്ഥമായ ഒരു ശ്വാസോച്ഛ്വാസം. നിങ്ങൾ സിറ്റുവേഷൻ ഒക്കെ നോക്കണേ. വണ്ടി ഓടിക്കുന്നവരൊക്കെ ചെയ്തേക്കല്ലേ. വണ്ടി ഇരിക്കുന്നവരും ചെയ്യരുത്, നിങ്ങൾ വിട്ട് ഒഴിവാക്കിക്കൊള്ളുക. ബാക്കിയെല്ലാം സ്വസ്ഥമായിരിക്കുന്നവർ മാത്രമേ ചെയ്യാവൂ. സ്വസ്ഥമായിരിക്കുക, കംഫർട്ടബിൾ ഇരുന്ന് നിങ്ങളുടേതായ രീതിയിൽ ശ്വാസോച്ഛ്വാസം കഴിയുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കാര്യം മാത്രം ഓർക്കുക. എന്താണോ നമ്മുടെ ആഗ്രഹം, ആവശ്യം, അതിനെ മാത്രം ഓർക്കുക. മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലില്ല. ആ കാര്യത്തിന് തത്തുല്യമായ വൈബ്രേഷൻസ്, അതിന് ഉദ്യമായ ഊർജം നിങ്ങളുടെ ശരീരത്തിനകത്തുനിന്നുണ്ടാവട്ടെ. അടിവയറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്നും അതിന് തത്തുല്യമായ ഒരു നല്ല മാർക്കാണ് വാങ്ങിക്കേണ്ടത്, നല്ലൊരു കാശാണ് ഉണ്ടാവേണ്ടത്, നല്ലൊരു ബന്ധമാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് തത്തുല്യമായ ഒരു എനർജിയെ മൂലാധാര ചക്രത്തിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾ നല്ല ശരീരം മുഴുവൻ സ്വസ്ഥമായിരിക്കുമ്പോൾ നല്ല ഫോക്കസ് കിട്ടും, എനർജി കിട്ടും. അതിനെ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ എന്താണോ ആ സംഭവം അത് നിങ്ങളെ കൺമുമ്പിൽ ഇപ്പോൾ കാണാമല്ലോ അല്ലേ. നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കാണോ സംഖ്യയാണോ എന്താണോ കാണാൻ പറ്റും. ഈ ശരീരത്തിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങളുടെ പൂർണ്ണമായ ആ ഊർജത്തെ ശ്രദ്ധയോടുകൂടി ആ സംഖ്യയിലേക്ക്, ആ സംഭവത്തിലേക്ക് ലയിപ്പിക്കുക. അതിലേക്ക് പൂർണ്ണമായി നിങ്ങളൊന്ന് ലയിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് ആ കാര്യം നടന്നതായി നിങ്ങളെ കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് ലഭിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നല്ല സന്തോഷം നിങ്ങളുടെ മുഖത്ത് നിറയും. കാരണം നിങ്ങൾ ഈ തൊട്ടു മുമ്പേ വിചാരിച്ച കാര്യം കൺമുമ്പിൽ സംഭവിച്ചിരിക്കുന്നു. ഒരു യാത്രയാവാം, എന്തും ആവാം, ഏത് കാര്യമാണോ അത് കൺമുമ്പിൽ സംഭവിച്ചിരിക്കുന്നു. അത് മുഴുവനായി നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളാൽ ശ്രവിക്കാൻ സാധിക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങളാൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അത് സ്പർശനമായാലോ, ഗന്ധമായാലോ, അല്ലെങ്കിൽ കാഴ്ചയായാലോ, ശ്രവണമായാലോ, എന്താണോ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് അത് നിങ്ങൾ കാണുകയാണ്, ഇപ്പോൾ അനുഭവിക്കുകയാണ്. നിങ്ങളും അതും ഒന്നാണ്. നിങ്ങൾ അതായി തീർന്നിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായി അത് അനുഭവിക്കുകയാണ്. അതിശയകരം എന്നേ പറയാനുള്ളൂ, മനോഹരം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് നിങ്ങൾ അനുഭവിക്കുകയാണ്. പൂർണ്ണമായും നിങ്ങൾ അതിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും നിങ്ങളത് അനുഭവിക്കുന്നു. അതിന്റെ ഓരോ വശങ്ങളെ പറ്റിയും നിങ്ങൾ ആലോചിക്കുന്നു. നിങ്ങൾ ആ ഓരോ വശവും അനുഭവിക്കുന്നു. സാമ്പത്തികമാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കുകയാണ്. ഓരോ ആളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്തോളൂ. അനുഭവിക്കുകയാണ്. അങ്ങനെ തന്നെ കണ്ണടച്ചത് അനുഭവിക്കൂ. മറ്റു യാതൊരു ചിന്തകളും നിങ്ങളെ ഭരിക്കുന്നില്ല. നിങ്ങളുടെ പൂർണ്ണമായ ഫോക്കസ്, ശ്രദ്ധയും പൂർണ്ണമായ എനർജിയും ആ കാര്യത്തിലാണ് നൽകിയിരിക്കുന്നത്. അത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു.
അത് പൂർണ്ണമായി അനുഭവിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സുഖമാഹ. ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം 2-ാം തീയതിക്ക് മുമ്പിൽ നടന്നിരിക്കുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഒരു കാര്യം അനുഭവിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളൊക്കെ അനുഭവിക്കുക. ശരി, അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അതിന് നന്ദി പറയുകയാണ്. ദൈവമേ, അല്ലെങ്കിൽ ദ യൂണിവേഴ്സ്, എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ, ഇത്രയും ഭംഗിയായ സൗഭാഗ്യങ്ങൾ മുഴുവൻ എനിക്ക് നൽകിയതിന് നന്ദി, നന്ദി, നന്ദി. ഞാൻ ആഗ്രഹിച്ച, ഏറെ കാലമായി ഇച്ഛിച്ച, ഒരുപാട് ദിവസങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ആ കാര്യം എനിക്കിപ്പോൾ നേടിത്തന്നതിന്, എനിക്ക് ലഭിച്ചതിന് നന്ദി, നന്ദി, നന്ദി. ആഹാ, എന്നെ ഇങ്ങനെ മനോഹരമായി പുഞ്ചിരിപ്പിക്കാനും മനോഹരമായി ഇത് ആസ്വദിപ്പിക്കാനും എനിക്ക് ഈ സന്ദർഭം നൽകിയതിന് നന്ദി, നന്ദി, നന്ദി. ഞാൻ എന്നും എൻ്റെ ജീവിതത്തിൽ കൃതജ്ഞത നിറഞ്ഞവനായിരിക്കും. എപ്പോഴും ഞാൻ സദാ പുഞ്ചിരിയോടുകൂടി എല്ലാത്തിനോടും നന്ദിയുള്ളവനായി മാറ്റി തന്നതിന് നന്ദി, നന്ദി, നന്ദി. ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് ലഭിച്ചതിന് നന്ദി, നന്ദി, നന്ദി. എൻ്റെ ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും എൻ്റെ ദൈവത്തിനും എല്ലാം ഞാൻ നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. എന്നെ ജീവിതത്തിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഗുരുവിനും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ എല്ലാ സാമൂഹിക പരിതസ്ഥിതികൾക്കും എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. എനിക്ക് ഞാനായി തന്നെ തുടരാനും എൻ്റെ എല്ലാ ആഗ്രഹ നിവാരണം എനിക്ക് സാധ്യമായതിനും നന്ദി, നന്ദി, നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അത് ലഭിച്ച അതേ അവസ്ഥയിൽ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടി അതേ അവസ്ഥയിൽ തിരിച്ചു വരിക. പതുക്കെ തിരിച്ചു വരിക. കണ്ണുകൾ തുറക്കാം. തിരിച്ചു വരിക. ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? തിരിച്ചു വരാൻ നിങ്ങൾക്ക്. കം ബാക്ക്. ഇപ്പോൾ ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വണ്ടി ഓടിക്കുമ്പോഴൊന്നും ചെയ്തേക്കല്ലേ, കണ്ണട ചെയ്തേക്കല്ലേ. സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാവൂ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഒറ്റ ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരവുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഇപ്പോൾ നിങ്ങൾ ആരാണ്? മുമ്പേ ഉണ്ടായ ആളാണോ? അതിനുശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായോ നിങ്ങൾക്ക്? ഡെയിലി എത്ര പ്രാവശ്യം ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചെയ്തു. യെസ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹ സഫലീകരണം നടത്തിയ ഒരാളാണ് അല്ലെ? ഭാഗ്യവാനോ ഭാഗ്യവതിയോ എന്താണോ നിങ്ങൾ വിളിക്കുന്നത് അതൊക്കെ മുമ്പേ ഉണ്ടായതിൽ നിന്ന് നിങ്ങൾ മാറ്റം ഉണ്ടായി എന്നുള്ളത് അംഗീകരിക്കുക ആദ്യം. ധനവാനാവാം, അല്ലെങ്കിൽ വിജയി ആവാം, അല്ലെങ്കിൽ 48 മണിക്കൂർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സമൃദ്ധിയുള്ളവരാവാം, അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിച്ച ആളാവാം, എന്ത് തന്നെയാവാം, വിന്നർ, എനിവേ ദാറ്റ്സ് ഓൾ. പക്ഷെ മുമ്പേ നിങ്ങൾ തുടങ്ങുന്നതിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ? എന്നാൽ മാത്രമേ നിങ്ങൾ അത് അങ്ങനെ ആവുള്ളൂ എന്ന് അറിയുക. അപ്പോൾ വളരെ പവർഫുള്ളായ ഈ ടൂള് നിങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് കുറച്ചും കൂടി കാശുണ്ടാക്കുക അല്ലേ? എന്നിട്ട് വീണ്ടും വീണ്ടും വലിയ ക്ലാസ്സിൽ വരിക. അങ്ങനെ നിങ്ങൾ ദിനേശ് സാറിന്റെ മാനിഫെസ്റ്റേഷൻ കൂടി നടത്തി തരിക. ഇതല്ലേ നമുക്ക് ചെയ്യേണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. നടക്കട്ടെ. അപ്പോൾ ഇത്രയും മതിയെന്ന് കരുതുന്നു ഞാൻ ഇന്നത്തെ ക്ലാസ്. ഇത്രയും കാര്യങ്ങള്. ബാക്കി യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവരുടെയും റിക്വസ്റ്റ്, നിങ്ങൾ കിച്ചണിലെ പണികളിലും മറ്റേ ജോലിക്കടയിലൊക്കെയാണ് ഇത് കാണുന്നത്. നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആ ബെൽ ബട്ടൺ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോ 1,27,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഭയങ്കര അതിശയിപ്പിക്കുന്ന കാര്യം 47,880 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലെവൽ എത്ര പോകുമെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇത് റിക്വസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരോടും. നിങ്ങൾക്ക് കൂടുതൽ കൂടി തരാനും എനിക്ക് പ്രചോദനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.
അതല്ലേ ദിനേശ് സാറിന് നിങ്ങൾ എല്ലാവരും പറയാണ്ട് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് ആവുന്നത് ഇതുപോലെ നിങ്ങളും എനിക്ക് തിരിച്ച് മോട്ടിവേഷൻ തരുമ്പോഴാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ കൂട്ടുക കേട്ടോ. എല്ലാവരോടും നിറഞ്ഞ റിക്വസ്റ്റോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാണ്ട് ഇപ്പൊ ഷെയർ ചെയ്യാം. 5 മിനിറ്റും കൂടെ സമയമുണ്ട്. താങ്ക് യു വെരി മച്ച്. ചെയ്തവരോടല്ല, ചെയ്യാത്തവരോടാണ് കേട്ടോ. ചെയ്തവർ വീണ്ടും പോയി ചെയ്യരുതേ. ചെയ്തവർ ചെയ്യുന്ന കഴിഞ്ഞ മാസം നമുക്ക് നഷ്ടപ്പെട്ട സബ്സ്ക്രിപ്ഷൻ 980 സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ലാപ്സായി പോയത്. അതുകൊണ്ട് ചെയ്തവർ വീണ്ടും പോയി ചെയ്യേണ്ട, അവരവിടെ ഇരുന്നാൽ മതി കേട്ടോ. ചെയ്യാത്തവരും അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതി വരും. അല്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതി വന്നാൽ പിന്നെ ചെയ്യണ്ട, സബ്സ്ക്രൈബ് എന്ന് എഴുതി വന്നാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ശരി. നമ്മൾ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ അവസ്ഥ നിനക്ക് ഹാൻഡ് റൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ മൊത്തം ഒച്ചയാവും. പറയാനുള്ളവർക്ക് പറയാം. ഹലോ സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ബിന്ദു ആണേ, ഇന്നലെ വന്ന ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞാലേ നമ്മള് സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് നമ്മളെ ഇടയ്ക്ക് ഓർക്കുകയാണെങ്കിൽ അപ്പൊ എന്താ ചെയ്യാ? ഓർത്തോട്ടെ, എന്താ കുഴപ്പം? അപ്പൊ അത് ഓർക്കാൻ പാടുണ്ടോ? ഓ, ആരാ പറഞ്ഞ പാടില്ലെന്ന്? ഞാൻ മുമ്പ് വേറെ ഇതിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ഞാൻ അതന്നെ നമ്മളറിയാതെ ഓർത്തു പോകും. അപ്പൊ എന്താ ചെയ്യണ്ടേ അറിയില്ല. നോ പ്രോബ്ലം. ഇതെന്തായാലും നിങ്ങളുടെ മെമ്മറിയിലുള്ള സാധനല്ലേ, നിങ്ങൾക്ക് ലഭിക്കേണ്ടതല്ലേ. ഓർക്കുന്നതിൽ തെറ്റില്ല. സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സറണ്ടർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ വിട്ടുകൊടുക്കുക, പിന്നെ അതിന് നിങ്ങൾ ബലം പിടിക്കരുത്. ഏതാ കിട്ടിയേ പറ്റുള്ളൂ, നീ വാ എന്റെ അടുത്തേക്ക് ഓടി. ഞാൻ പറയാറില്ലേ, കുട്ടിയെ പിടിക്കാൻ പോകുമ്പോ ഓടിച്ചിട്ട് പിടിക്കരുത്, ഇങ്ങോട്ട് വന്ന് കിട്ടിയ എന്തേ വരാത്ത ഇങ്ങനെ പറയരുത്. അങ്ങനെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. പക്ഷെ ആക്ഷൻ എടുക്കില്ലേ മാനിഫെസ്റ്റേഷൻ വർക്ക് വെച്ചാൽ ആക്ഷൻ എടുക്കണം. പക്ഷെ എനിക്ക് കിട്ടണം എന്നുള്ള ഡിമാൻഡ് അങ്ങോട്ട് കൊടുക്കരുത്. നിങ്ങളുടെ പ്രവൃത്തി ചെയ്തു, അത് വരും. ബിസിനസ് മെമ്പർഷിപ്പ് ക്ലാസ് എത്ര ദിവസത്തേക്കാണ്? എത്ര കാലം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, എത്ര കാലം ഞാൻ ഇവിടെ ഉണ്ട്, അത്രയും കാലം പോവും. മെമ്പർഷിപ്പ് ഫീസ് 1 മാസത്തേക്ക് 1000 രൂപ. പക്ഷെ ഒരു മാസത്തെ വേണമെങ്കിലും തുടർന്നു. അല്ല, ഞാൻ 7-ാം തീയതി നാട്ടിൽ പോവാ, പിന്നെ 25-ാം തീയതി തിരിച്ചു വരുള്ളൂ. പോയിക്കോളൂ. അതിനിപ്പോ ഇതിനു വേണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ നാട്ടിലേക്ക് പോയി വന്നോളൂ. ഇത് ഓൺലൈൻ ക്ലാസ് ആണ്, ഇതുപോലത്തെ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണം പങ്കെടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെക്കോർഡിംഗ് കേൾക്കാം, യൂട്യൂബിൽ ഉണ്ടാവും. പ്രധാന ഭാഗങ്ങൾ മെയിൻ കൊടുക്കുന്ന പോയിന്റ് മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കി യൂട്യൂബിൽ ഉണ്ടാവും. മെയിൻ ചില അത് ശരിയാണ്. അത് ശരിയാണ്. പക്ഷേ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടേ, അതിന് വേണ്ടിട്ടാണ്. ഒരു മിനിറ്റ്, ഈ പറഞ്ഞു വന്നത് ഞാൻ ക്ലാസ് വേണ്ടാന്ന് വെക്കണമെന്നാണോ? അല്ലല്ലോ. അല്ലല്ലോ, ഞാൻ എപ്പോഴും ജോയിൻ ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് അത് വിട്ടേക്ക്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വരിക. ഞാനിപ്പോ ഇതിനകത്ത് ക്ലാസ് നിർത്താനൊന്നും പറ്റില്ലല്ലോ എനിക്ക്. അല്ല, ഞാൻ 1-ാം തീയതി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 7-ാം തീയതി വരെ ക്ലാസ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ 25-ാം തീയതി കിട്ടുള്ളൂ. അതാണ് ചോദിച്ചത്. എല്ലാ ദിവസവും ക്ലാസ് ഇല്ല, ആഴ്ചയിൽ 2 ക്ലാസ് ആണ്. അത് ശരി. ആഴ്ചയിൽ 2 ക്ലാസ്. ദിവസം നമ്മൾ തീരുമാനിക്കും, എല്ലാവരുടെയും ചോയ്സ് അനുസരിച്ച് ദിവസം തീരുമാനിക്കും. എല്ലാ ആഴ്ചയും ആ ക്ലാസിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും. ആ ക്ലാസ് യൂട്യൂബിലും ഉണ്ടാവും. നിങ്ങൾക്ക് റെക്കോർഡിംഗ് കിട്ടും. ശരി. ഓക്കെ. കണ്ടിന്യൂസ് ആവണേ. അതെന്താന്ന് വെച്ചാല് ഒരു മിനിറ്റ്, ഈ ബിസിനസ് ക്ലാസ് നിങ്ങൾ ഒരാഴ്ച വന്നിട്ട് പഠിച്ചിട്ട് പോയി കളയാന്ന് പറഞ്ഞിട്ടല്ല. ഇതൊരു പ്രോസസ് ആണ്. ബിസിനസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും ഈ സാധനം പോകുന്നത്. അതുകൊണ്ട് ഇന്നെടുത്തൊരു ബിസിനസ് കാര്യം അതിനകത്ത് ഇതുപോലെ ടെക്നിക്കുകൾ ഉണ്ടാവും. ഇങ്ങനെയാണ് ബിസിനസ് ക്ലാസ് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഓരോ സിംഗിൾ അല്ല, അത് ഒരു പ്രോസസ് ആണ്. ഓക്കെ, പറഞ്ഞു. അടുത്ത മാസം ജോയിൻ ചെയ്യാതായിരിക്കും. അടുത്ത മാസം നിങ്ങൾക്ക് പറ്റില്ല, കാരണം ഇത് പകുതി പോകും, പിന്നെ കണ്ടിന്യൂസ് കിട്ടുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? അല്ല, നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് റെക്കോർഡിംഗ് കിട്ടുമല്ലോ, നിങ്ങൾക്ക് ക്ലാസ് കിട്ടുമല്ലോ. പിന്നെയും അതിന്റെ റൈറ്റപ്പുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ബിസിനസ് ക്ലാസ് ഇതുപോലെ ചെറിയ സിമ്പിൾ ആയിട്ടല്ല, നന്നായിട്ട് മനസ്സിലാക്കിയാ പോകുന്നത്. കുറച്ച് മാത്രമേ ഒരു ദിവസം പഠിപ്പിക്കുള്ളൂ. ഓരോന്ന് സ്റ്റെപ്പുകളാണ്. സെക്കൻഡ് ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ജോയിൻ ചെയ്താൽ ഇത് മനസ്സിലാവില്ല, ആദ്യത്തെ ഭാഗം മനസ്സിലാവില്ല. ജോയിൻ ചെയ്തോ. പറഞ്ഞു, അടുത്ത ആള് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞോളൂ. ഇല്ല,
സീന എന്താ പറയാൻ വന്നേ? പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ? സംശയം ചോദിക്കട്ടെ സാറേ? ഗോൾ സെറ്റിംഗ്സിന് എത്രയാ? ഗോൾ സെറ്റിംഗ്സാ? ഗോൾ സെറ്റിംഗ് 1212 രൂപ. 1212. സാർ ഞാൻ പറഞ്ഞോട്ടെ സാർ? പറഞ്ഞോ. ഞാൻ സബീന, കൊടുങ്ങല്ലൂരിനാണ്. ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഓ, വെൽക്കം. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ കൊണ്ട് കുറച്ച് നാളായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കിടക്കുമ്പോൾ ആണ് സാറിന്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരി ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് എന്നെ കാണാൻ വന്നപ്പോൾ ഞാനിങ്ങനെ സാറിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചേച്ചി പെട്ടെന്ന് എന്നോട് ചോദിക്കുകയാണ്, ഇത് ആ ഫോട്ടൊക്കെ ഇട്ടൊരു സാറിന്റെ ക്ലാസ് അല്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അതേ. ഫോട്ടൊക്കെ ഇട്ടിരുന്ന് സംസാരിക്കുന്ന, യൂട്യൂബിൽ സംസാരിക്കുന്ന ഒരു സാറിന്റെ ക്ലാസ് അല്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എങ്ങനെ അറിയാം? ആള് പറഞ്ഞു, ഞാൻ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെ. അപ്പൊ എന്നോട് പറഞ്ഞു, ആ ചേച്ചി കേൾക്കുന്നത് യൂട്യൂബിലൊക്കെ ചേച്ചി കേൾക്കാൻ നല്ല നല്ല ക്ലാസ്സുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ആള് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊബൈലൊന്നും അധികം ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. അപ്പൊ ഈ പറഞ്ഞ് മോളിങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിന് ഒരു കാര്യം പറയണം, സാറിനോട് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറയാന്ന് ചേച്ചി, ഞാൻ പറയാന്ന്. അപ്പൊ ആള് പറഞ്ഞു, ഞാൻ എന്റെ വീടിന് വാടക കൊടുക്കാൻ പറ്റാതെ കുറച്ച് ദിവസങ്ങളായി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാനത് ഇങ്ങനെ സാറ് പറയുന്നത് പോലെയൊക്കെ ചെയ്തിട്ട് ഈ കഴിഞ്ഞ ദിവസം 2 മാസത്തെ വാടക എനിക്ക് കൊടുക്കാൻ പറ്റി. അപ്പൊ ഓണർ വിളിച്ചിട്ട് ഈ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, സാവധാനത്തിൽ തന്നാ മതി, പതുക്കെ ആയാലും തന്നാ മതിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഒരു പ്രത്യേകം സാറിനോടൊന്ന് പറയാൻ പറഞ്ഞിരുന്നു. ആണോ? എന്താ അവർക്ക് വാടക കൊടുക്കാൻ എന്താണ് അവർക്ക് വിഷയം? അവർക്ക് കുറച്ച് ബാധ്യതകളും ബുദ്ധിമുട്ടുകളും, അങ്ങനെ വീടുകളിൽ ജോലിയൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പൊ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, ഹസ്ബൻഡൊക്കെ മരിച്ചുപോയി, അങ്ങനെ തന്നെയുള്ളൂ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. ഓ, ഒറ്റയ്ക്കേ ഉള്ളൂ? അതെ, ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും ഇല്ല അതിന്. എത്രയാ വാടക? വാടക 3500 രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് സാറിനോടൊന്ന് പ്രത്യേകം 2 മാസത്തെ കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ സാവധാനത്തിൽ ചെയ്താൽ മതി, വാടക കരാർ പുതുക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റിയതിൽ വലിയ പറഞ്ഞോളൂ സാർ. പിന്നെ എന്റെ ഒരു കാര്യം, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിലുണ്ടല്ലോ നിങ്ങൾ അല്ലേ? ഉണ്ട് സാർ. ക്ലാസ് കഴിഞ്ഞിട്ടായിട്ട് രാത്രി ഒന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടണേ, ഗ്രൂപ്പിനകത്ത് നോക്കിയിട്ട്. തീർച്ചയായും സാർ, അയക്കാം സാർ, അയക്കാം. നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. താങ്ക് യു. ഓക്കെ. ശരി, മറ്റാരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? സാറേ, 15 വയസ്സായ കുട്ടികൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുമോ? മക്കൾക്ക് പങ്കെടുത്തോട്ടെ. പിന്നെ പറയാനില്ലല്ലോ? എന്തെങ്കിലും ഹാപ്പി ന്യൂസ് പറയാനുണ്ടോ ആർക്കെങ്കിലും? നേടിയത് ഇതുപോലെ ഫെബിന പറഞ്ഞ പോലെ അമ്മയ്ക്ക് എന്നും 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 ഇതുപോലെ വാടക കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹലോ സാർ. ഹലോ സാർ, ഞാൻ ബബിത. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയൂ ബബിത, പെട്ടെന്ന് പറയൂ, ക്ലാസ് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും, പെട്ടെന്ന് പറഞ്ഞു. സാറേ, ഞാൻ എന്റെ 2 മക്കളെ മറ്റേ ക്ലാസ്സിലോട്ട് ചേർത്ത്. 2 മക്കളുണ്ട്. ഞാൻ നാട്ടിലേക്ക് വന്നിപ്പം. ഓക്കെ കവിത, ഓക്കെ, ശരി. ഒരു മോള്, ഒരു മോള്, 2 പിള്ളേരെ. കാണട്ടെ, സുന്ദരി കുട്ടീനെ കാണട്ടെ. എവിടെ? കാണിക്കാം. കാണാം നമുക്ക്. ഇപ്പൊ ഇവിടെ ഇരിക്കുക, നമുക്ക് കാണാം കേട്ടോ. രണ്ടുപേരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അടുത്ത ആൾ സംസാരിക്കും. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം, ഫൈൻ.
ഹലോ പിന്നെ സാർ. ഹലോ സാർ, ഞാൻ ബബിതയാണ്. പെട്ടെന്ന് പറഞ്ഞു ബബിത, ഞാൻ പെട്ടെന്ന്. ഞാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ സാറിന്റെ ക്ലാസ് കണ്ടുകൊണ്ടിട്ടുണ്ട്. 2-3 ക്ലാസ്സേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഞാൻ ഇതുപോലെ പറഞ്ഞു മോളെ ഇതുപോലെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, നമുക്ക് ചേർന്നാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 7 ഡേയ്സിന്റെ ക്ലാസ്സിൽ ചേർന്നത്. അപ്പോ പിന്നെ മോക്കും ആദ്യം അയ്യോ എന്താമ്മേ ഇത് എന്നാ അമ്മ ചേര്, പൈസ പിന്നെ കുറച്ചുണ്ടായിരുന്നു എന്റെ അക്കൗണ്ടിൽ, ബാക്കി മോള് തന്നിട്ട് ഞാൻ ചേർന്ന് പിറ്റേ ദിവസം തന്നെ പിന്നെ സാറ് തന്ന ഒരു മോതിര തന്ത്രം അത് മോളും ഉപയോഗിച്ചു. അപ്പൊ മോൾ അന്ന് എന്തോ 10,000 രൂപ വേണമെന്നങ്ങാണ്ട് പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചത്. അവക്ക് 9,000 ചില്ലറ രൂപ കിട്ടി. അപ്പൊ അവക്ക് ഒരുപാട് സന്തോഷമായി അത് ആ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം. പിന്നെ എനക്കും അന്നൊരു 1,000 രൂപയും കണ്ട് 1,100 രൂപ ലോട്ടറി അടിച്ച് കിട്ടിയായിരുന്നു. ഇപ്പൊ മോളും എന്റെ കൂടെ ക്ലാസ്സിൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട്, കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവൾക്കാണ് പിന്നെ 7-ാം തീയതി നെറ്റിന്റെ എക്സാം ആണ്. അപ്പൊ സാറ് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അവള് എന്തായാലും മെസ്സേജ് ഇടുമായിരിക്കും സാറിന്. അവളോട് ആ പിന്നെ ക്ലാസ് മറ്റേ കുട്ടികളുടെ ക്ലാസ് മറ്റേ യങ്സ്റ്റേഴ്സിന്റെ ക്ലാസ്സിൽ ഒന്ന് കയറിക്കോളാൻ പറയും കേട്ടോ. ശരി സാർ, പറയാം. നിങ്ങൾ എവിടെയാ നാട്ടിൽ? പിന്നെ 2020ന്റെ മെഡിറ്റേഷനിൽ അതിൽ ചേർന്നിട്ടുണ്ട് ഞാന്. അപ്പോ പ്രശ്നങ്ങൾ ഒരുപാടുകളുണ്ട്. നമ്മൾ നന്നായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇപ്പോ 1 വർഷമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പുറത്ത് കിടക്കാം, അതിലൊക്കെ പുറത്ത് കിടക്കാം കേട്ടോ. എല്ലാം പെട്ടെന്ന് വേണം കേട്ടോ. എവിടെയാ നിങ്ങളുടെ സ്ഥലം? നാട്ടിലെവിടെയാ? കണ്ണൂര്. ഓക്കെ, താങ്ക് യു. നമുക്ക് കാണാം. മേഘന എന്താ പറയാ? പെട്ടെന്ന് പറഞ്ഞു, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. മേഘന പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു മോതിരത്തിന്റെ അഫർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 5,000 കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷെ എനിക്ക് 22,000 കിട്ടിയായിരുന്നു. കിട്ടുന്ന വിചാരിച്ചതല്ല, പക്ഷെ പെൻഡിങ് ചാർജ് 5,000 കിട്ടാണ്ടായിരുന്നു. അതാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് വേറെ രീതിയിൽ കിട്ടാനുണ്ടായിരുന്ന ഒരു പൈസ അതിന് പകരം കിട്ടി. കിട്ടുന്ന ഇപ്പൊ വിചാരിച്ച ഒരു എമൗണ്ട് അല്ലായിരുന്നു, പക്ഷെ അത് വേഗം കിട്ടിയത് 22,000 കിട്ടി. അപ്പൊ 2,000 കിട്ടി. കിട്ടി. ഞാൻ ഒന്നുകൂടി സാലറി മോതിരം ഒന്നുകൂടി ചെയ്യും, ചെയ്യാം, കിട്ടും. ബാക്കി കൂടി കിട്ടും. സന്തോഷം, കിട്ടിയല്ലേ? കിട്ടട്ടെ. ഓക്കെ, സാറേ എന്റെ പേര് ഹലോ സാറേ, എന്റെ പേര് റസിയ, തൃശ്ശൂർ നിന്നാണ്. ഞാൻ ഫ്രീ ക്ലാസ് യൂട്യൂബിലൂടെ കാണുമായിരുന്നു. എനിക്ക് ഫണ്ട് അടച്ച് ചേരണം എന്നുണ്ട്. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടയ്ക്കാത്ത ഫീസ്. ഞാൻ ഒരുപാട് പ്രശ്നത്തിലാണ്. എനിക്ക് നാളെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പൊ സാറ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വീടിന്റെ ജപ്തിയിലാണ്. ഞാനൊരു കാര്യം ഉദ്ദേശിച്ച് മനസ്സിലാകും നടന്നാൽ ഞാൻ സാർക്ക് ഒരു 25,000 രൂപ ഞാൻ ഇട്ട് തരും. നാളത്തെ ആ ഒരു ദിവസം. അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ തരുന്നുണ്ട്. അതിനേക്കാൾ കുറച്ച് അഡ്വാൻസ് മാത്രമേ പേടുള്ളൂ. അതുകൊണ്ട് പേടിൽ ആരും വരണമെന്നൊന്നുമില്ല. വേണ്ടവർ വന്നാൽ മതി. അതല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇന്നിപ്പോ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അത് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. മനസ്സിലൊരു എമൗണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് എനിക്ക് സാധിപ്പിച്ച് തരണം. അതാ ഞാൻ പറഞ്ഞത്. സാറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും നാളെ ഈ നേരത്തെ ഞാൻ ഇതിൽ കയറുമ്പോ എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് സാറോട് എനിക്ക് പറയണം. ഓക്കെ, താങ്ക് യു സാർ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആമേൻ. താങ്ക് യു സാർ. ഞാൻ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് പറയാം. നിങ്ങൾ എല്ലാവരും ഫ്രീ പെയ്ഡ് ക്ലാസ്സിൽ വരണമെന്നൊന്നും ഒരു കണ്ടീഷൻ ഞാൻ വെക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുക, ഇത് കുറച്ചും കൂടി അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അറിവിന് വേണ്ടി വരിക. കാശില്ലാത്തവരൊന്നും കടം മേടിച്ചിട്ടൊന്നും ക്ലാസ്സിലൊന്നും വരണമെന്നില്ല കേട്ടോ. ഇവിടെ ഈ ഫ്രീ ക്ലാസ്സിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള പൂർണ്ണ ബോധമുണ്ട്. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അത് കൂടെ നിന്നാൽ മതി. ബാക്കിയൊക്കെ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കട്ടെ. അപ്പൊ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ വിഷൻ ബോർഡിന് ക്ലാസ് എടുക്കാനായി, അതുകൊണ്ട് പോവാണ്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എന്നാ തുടങ്ങുന്നത് ചോദിച്ച ചോദ്യത്തിന് ഫീസ് 2,000 രൂപയാണ്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എപ്പോഴും റെഡിയാണ്. ആപ്പിലാണ് ആ ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ജോയിൻ ചെയ്യാം. അമേസിംഗ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അമേസിംഗ് മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. ഫുൾ ആയിട്ട് കോഴ്സ് പഠിക്കാൻ പറ്റും. റിസൾട്ട് ഉണ്ടാക്കുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ.